ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. നവംബർ 23 വിശുദ്ധ ക്ലെമന്റ് ഒന്നാമൻ. റോമായിലെ ക്ലെമന്റ് എന്നറിയപ്പെടുന്ന ക്ലെമന്റ് ഒന്നാമൻ മാർപ്പാപ്പ. മരിച്ചത് ക്രിസ്തുവർഷം 99 എന്ന് നമുക്കറിയാം. ജനിച്ച വർഷം നമുക്കറിയില്ല. ക്രിസ്തുവർഷം 88 മുതൽ 99 വരെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായിരുന്നു. പത്രോസിൻ്റെ ശേഷം ലീനുസ് എന്ന് പറഞ്ഞ ആളായിരുന്നു മാർപ്പാപ്പ, പത്രോസിൻ്റെ പിൻഗാമി. അതിനുശേഷം വന്ന മാർപ്പാപ്പയാണ് ക്ലെമന്റ് ഒന്നാമൻ. അതായത് മൂന്നാമത്തെ, കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ മാർപ്പാപ്പ. സഭയിലെ ആദ്യത്തെ അപ്പസ്തോലിക പിതാവാണ് ക്ലെമന്റ് ഒന്നാമൻ. അപ്പസ്തോലിക് ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു, സ്ലീഹന്മാർ കയ്യൊപ്പ് വഴി ആക്കിയവരും ആ കാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധരായ പിതാക്കന്മാർ, അവരാണ് അപ്പസ്തോലിക പിതാക്കന്മാർ എന്ന് പറയുന്നത്. അവരുടെ ആദ്യത്തെ ആളാണ് ക്ലെമന്റ് ഒന്നാമൻ. മാർപ്പാപ്പന്മാരുടെ പട്ടിക സൂക്ഷിച്ചിരിക്കുന്ന ലീബർ ഫൊന്തിവിച്ചാലിസ് എന്ന ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പത്രോസ് പിൻഗാമിയായി ലീനുസിനെ നിയമിച്ചു. ക്ലേത്തോസ്, അനലെക്തുസ് എന്ന് പറഞ്ഞ ആളുടെ ഷോർട്ട് ഫോമാണ്, ചെല്ലപ്പേരെന്നൊക്കെ പറയല്ലോ, ഇരട്ടപ്പേരാണ് ക്ലേത്തോസ് എന്ന വൈദികനെയും പത്രോസ് അഭിഷേകം ചെയ്തു. സമുദായത്തിന് പൗരോഹിത്യ ധർമ്മം ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. പിന്നെ പത്രോസ് ക്ലെമന്റിനെ സഭയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വാഴിച്ചു. കോരിന്തോസിലെ സഭയ്ക്ക് ക്ലെമന്റ് എഴുതിയ ഒരു ലേഖനമുണ്ട്. ക്ലെമന്റിന്റെ ഒന്നാം ലേഖനം, ഫസ്റ്റ് ക്ലെമൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ക്ലെമന്റ് എഴുതിയെന്ന് കരുതപ്പെടുന്ന മറ്റൊരു ലേഖനം ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഒന്നാം ലേഖനം എന്ന് വിശേഷിപ്പിക്കുന്നത്. കോരിന്തോസിലെ ചില പുരോഹിതന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കിയ പശ്ചാത്തലത്തിൽ എഴുതിയ ലേഖനമാണിത്. അപ്പസ്തോലന്മാർ അവർ നിയമിച്ചതിനാൽ അവർ സഭയുടെ ഭരണാധികാരികളാണെന്നും അവരെ സ്ഥാനഭ്രഷ്ടരാക്കാൻ കഴിയില്ലെന്നും ക്ലെമന്റ് മാർപ്പാപ്പ കോരിന്തോസുകാരെ അറിയിച്ചു. ശ്ലൈഹിക പിന്തുടർച്ചയില്ലാതെ പൗരോഹിത്യത്തിന് സാധുതയില്ല എന്ന് ശക്തമായി അവതരിപ്പിക്കുന്ന രേഖയാണ് ക്ലെമന്റിന്റെ ഒന്നാം ലേഖനം. ട്രാജൻ ചക്രവർത്തിയുടെ കാലത്ത് ക്ലെമന്റിനെ തുറുങ്കിലടച്ചു. അപ്പോൾ തടവുകാരോട് സുവിശേഷം പ്രസംഗിച്ചു ഈ ക്ലെമന്റ്. അതിൽ രോഷം പൂണ്ട അധികാരികൾ ക്ലെമന്റിനെ കപ്പലിന്റെ നങ്കൂരത്തിൽ കെട്ടിയിട്ട് കടലിൽ താഴ്ത്തി. കത്തോലിക്കർക്ക് പുറമെ ആംഗ്ലിക്കൻ സഭ, ലൂഥറൻ സഭ, ഓർത്തഡോക്സ് സഭകളൊക്കെ ഈ മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. പത്രോസ്, ലീനോസ്, ക്ലെമന്റ് ഒന്നാമൻ. ക്ലെമന്റ് ഒന്നാമൻ്റെ ഫസ്റ്റ് ക്ലെമൻസ് എന്ന ലേഖനം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് താനും. അപ്പസ്തോലിക പിന്തുടർച്ച എന്ന് പറയുന്ന, ശ്ലൈഹിക പിന്തുടർച്ച എന്ന് പറയുന്ന കൗദാശിക പിന്തുടർച്ച, അതിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു രേഖ കൂടിയാണ് ഈ ക്ലെമന്റിൻ്റെ മാർപ്പാപ്പയായ, മൂന്നാമത്തെ മാർപ്പാപ്പയായ ക്ലെമന്റിൻ്റെ ആ ലേഖനം. അപ്പസ്തോലിക പിന്തുടർച്ച, ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ശ്ലൈഹിക പിന്തുടർച്ച അല്ലെങ്കിൽ കൗദാശിക പിന്തുടർച്ച. പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ കിട്ടണമെങ്കിൽ, അതായത് ദൈവിക ജീവൻ കിട്ടണമെങ്കിൽ, ഈ ശ്ലൈഹിക പിന്തുടർച്ചയിലുള്ളവർ കൈവപ്പ് ശുശ്രൂഷയിലെ കൈമാറയിലേക്ക് കിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, കൃപാവരങ്ങൾ, ഭാഷാവരം, പ്രവചനവരം, ദർശനവരം, അങ്ങനെ അതല്ല ഇത് വരപ്രസാദം എന്ന് പറയുന്ന ദൈവിക ജീവനാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം. പിന്നെ പരിശുദ്ധാത്മ ദാനങ്ങളുണ്ട്, ബോധം, ബുദ്ധി, അറിവൊക്കെ. അതെല്ലാ മനുഷ്യർക്കും ദൈവം കൊടുക്കുന്നതാണ്. അത് നമ്മുടെ ആത്മാവിന് ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിലിടുന്നതാണ്. അതും പരിശുദ്ധാത്മ ദാനങ്ങൾ തന്നെ. പക്ഷെ പരിശുദ്ധാത്മാവ് ആകുന്ന ദാനം, ദൈവിക ജീവൻ, വരപ്രസാദം, അത് നമുക്ക് കൈമാറി കിട്ടണമെങ്കിൽ ഈ അപ്പസ്തോലിക പിന്തുടർച്ചയിൽ മാത്രമേ, ക്രിസ്തു, സ്ലീഹന്മാർ, അവരെ കൈവപ്പ്, അങ്ങനെയുള്ള അപ്പസ്തോലിക പിന്തുടർച്ചയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അത് ശക്തമായി അറിയിക്കുന്ന ഒരു രേഖയാണ് ക്ലെമന്റിൻ്റെ രേഖ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പിൻഗാമി, അതായത് മൂന്നാമത്തെ മാർപ്പാപ്പ, ഇതെല്ലാം വളരെ ശക്തമായ സാക്ഷ്യമാണ്. കത്തോലിക്ക സഭയുടെ പൗരാണികതയ്ക്കും അതിൻ്റെ വിശ്വാസങ്ങൾക്കൊക്കെ ശക്തമായ സാക്ഷ്യമാണ്. മാത്രമല്ല, ഇക്കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്ന് പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കൗദാശിക പിന്തുടർച്ച അല്ലെങ്കിൽ ശ്ലൈഹിക പിന്തുടർച്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയ്ക്ക് ഉള്ളിൽ നിൽക്കുന്നവരും പലപ്പോഴും ഇങ്ങനെ ശങ്കിച്ച് നിൽക്കും. എന്താണ് അവരുടെ കർമ്മങ്ങൾക്ക് എന്താ കുഴപ്പം, അവരും മനുഷ്യരല്ലേ, അവരും കൈകളല്ലേ പൊക്കണേ എന്നൊക്കെ പറഞ്ഞങ്ങനെ തീരെ ബാലിശമായ കാര്യങ്ങൾ പറയുന്ന കേൾക്കാം. അപ്പോൾ അവർക്കൊക്കെ ഒരു ശക്തമായ സാക്ഷ്യമാണ്, അല്ലെങ്കിൽ നല്ല അറിവ് കൊടുക്കുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് ഈ നവംബർ 23 വിശുദ്ധ ക്ലെമന്റ് മാർപ്പാപ്പ, ക്ലെമന്റ് ഒന്നാമൻ. നമുക്കറിയാം, അവർ വിശുദ്ധരായി ജീവിച്ചു, വിശുദ്ധരായി മരിച്ചു, വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്ക് വലിയ മാതൃകയും പിന്നെ അവരുടെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് തിരുവചനം തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വെളിപാട് 8:1-4. നമുക്ക് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണം. ആ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഏകമധ്യസ്ഥൻ്റെ പ്രാർത്ഥനയോടുകൂടി പിതാവിൻ്റെ പക്കൽ സമർപ്പിച്ച്, അങ്ങനെ സ്വർഗത്തിലുള്ളവരും മാലാഖമാരും നമ്മളെല്ലാവരും കൂടി ചേർന്ന് ദിവ്യബലിയിൽ നമുക്ക് സംബന്ധിക്കാം. അങ്ങനെ അതാണ് പുണ്യവാന്മാരുടെ ഐക്യം. പുണ്യവസ്തുവായ കുർബാനയിൽ പുണ്യവാന്മാരുടെ ഐക്യമുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കഴിയും ചെയ്യുന്നത് അങ്ങനെയാണ്.
എന്തൊരു മഹത്തായ രഹസ്യമാണ് ഇതിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ആ രഹസ്യത്തിന് മുമ്പിൽ വിസ്മയത്തോടെ നിൽക്കുകയും ആ രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ധ്യാനിച്ചിറങ്ങുകയും ആ രഹസ്യത്തിൽ പങ്കുപറ്റുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.